അടുത്തതായി നമ്മുടെ ചാനലിലൂടെ നമ്മൾ കാണാൻ പോകുന്ന പൊങ്കൽ കലാ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ വടം വലി മത്സരമാണ്. സ്ത്രീകൾക്കുള്ളതാണ്. അതിനകത്ത് പ്രായ വ്യത്യാസമൊന്നുമില്ല. ചെറുപ്പക്കാരികൾക്കും ആകാം, മുതിർന്നവർക്കും ആകാം. വടം വലി മത്സരം സ്ത്രീകളുടെ, അതെ, വടം വലി മത്സരം. അതിൻ്റെ കളിയുടെ വ്യവസ്ഥയെപ്പറ്റി കളിയുടെ സംഘാടകർ പങ്കെടുക്കുന്ന സ്ത്രീകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് എങ്ങനെയാണ് എന്താണ് ഇതിൻ്റെ റൂൾ ആൻഡ് റെഗുലേഷൻസ് എന്നത്. നമുക്ക് ഏതായാലും കണ്ടു നോക്കാം. ഇവർ സ്ത്രീകൾ എത്രത്തോളം വടം വലിയിൽ കരുത്തരാണ് എന്നത്, ഇവരുടെ ശക്തി എന്തുമാത്രമുണ്ട് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഈ ചെറിയ മൈതാനത്ത് ചുറ്റുമായിട്ട് 100-300 സ്ത്രീകളുണ്ട്. 100-300 സ്ത്രീകളുണ്ടെങ്കിലും അതിനകത്ത് വളരെ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുള്ളൂ. കാരണം ബാക്കിയുള്ളവരൊക്കെ ഇത് ജസ്റ്റ് ഒന്ന് കണ്ടു നിൽക്കാനേ വന്നിട്ടുള്ളൂ. അവർക്കൊന്നും അത്തരം കായിക മത്സരങ്ങളിൽ പങ്കെടുക്കാനൊന്നും അവർക്ക് വലിയ താല്പര്യമില്ല. അവർ വെറും ഒരു കാഴ്ചക്കാരായിട്ട് വന്ന് നിൽക്കുകയാണ്. എന്തായാലും വന്നവരെ നമുക്ക് അഭിനന്ദനം കൊടുക്കാം. ഇവരെങ്ങനെ ഈ മത്സരത്തിൽ ഇവർ വിജയിക്കും, എന്തുമാത്രം കരുത്തരാണ്, ഇവരുടെ കരുത്ത് നാക്കിന് മാത്രമേ ആരോഗ്യത്തിനും ഉണ്ടോ എന്നത് നമുക്ക് കണ്ടു നോക്കാം. ഇത് എന്തായാലും വാശിയുള്ള മത്സരമൊന്നുമല്ല, സൗഹൃദ മത്സരം തന്നെയാണ്. പൊങ്കലിനോടനുബന്ധിച്ചുള്ള സൗഹൃദ മത്സരമാണ്. നമുക്ക് കണ്ടു നോക്കാം. ഇവർ ഇതുവരെ തുടങ്ങുന്നില്ല. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും 2 ടീമായിട്ട് പിരിയുകയാണ്. എങ്ങനെയാണ് ഒരു നമ്മുടെ അവിടെ ആണെങ്കിലും അങ്ങനെയാണല്ലോ, ഒരു സൈഡും 2 സൈഡും ഉണ്ടാവും. ആ 2 സൈഡിൽ ആരാണ് സെൻറ്റർ വെച്ചിട്ട് കൃത്യ ആളുടെ അംഗസംഖ്യ ഉണ്ടാവും. അങ്ങപ്പുറയാണേലും ഇങ്ങപ്പുറയാണേലും, അങ്ങപ്പുറം 50 പേര്, ഇങ്ങപ്പുറം 50 പേര്, അല്ല അങ്ങപ്പുറം 10 പേര്, അല്ലെങ്കിൽ ഇങ്ങപ്പുറം 10 പേര്. അങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ വടംവലി മത്സരം സാധാരണ രീതിയിൽ നടക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ 2ആയിട്ട് തരംതിരിച്ച് സെൻറ്ററിലൊരു അടയാളം രേഖപ്പെടുത്തിയിട്ടാണ് ഇത് തുടങ്ങുന്നത്. നമുക്ക് കാണാം. മത്സരത്തിൽ 20 പേർ വീതം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സൈഡ് ഞാൻ എണ്ണിയിട്ട് 20 പേരുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങേ സൈഡും 20 കാണണമല്ലോ. 20 എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പം ആൾ കൂടുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും മത്സരത്തിനായിട്ട് മത്സരാർത്ഥികൾ ഒരുങ്ങിക്കഴിഞ്ഞു. ஒரு டீம் வாங்க, பூசமா மணிக்கர் நகர பூசமா மணிக்கர் வாங்க. அது கிழக்க ஒரு டீம் போங்க. நீங்க 2 பேருமே ஒரு சைடு நிக்கீங்க. பூங்கா आपला पूगा ஆமா, நீங்களே எல்லாம் ஒரு நாள் பேசுனீங்கன்னா புரியாது. ஒரு நிமிஷம் இருங்க மாமா. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം നടക്കുന്നല്ലാതെ മത്സരം തുടങ്ങുന്നില്ല. ഈ പറഞ്ഞാൽ സൗഹൃദ മത്സരമല്ലേ, അപ്പം അതിൻ്റെതായ ഒരു ചെറിയ ഇഴച്ചിലുണ്ട്. കായിക മത്സരം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സമ്മാനത്തോടു കൂടിയുള്ള മത്സരമാണെങ്കിൽ ഇച്ചിരി കൂടെ ചൂട് പിടിച്ചേരി. ഇതൊക്കെ സന്തോഷത്തോടു കൂടി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന മത്സരമായതുകൊണ്ട് വലിയ ചൂടില്ല. എന്തായാലും ഉടൻ തന്നെ തുടങ്ങും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും വടത്തേ കയറി പിടിച്ചു കഴിഞ്ഞു. ഉടൻ തന്നെ തുടങ്ങും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ സൈഡാണ്, ഇത്രയും നേരം ഞാൻ ആ സൈഡാണ് കാണിച്ചത്. ഈ വശത്തെ ഈ മത്സരാർത്ഥികളെ കൂടി ഒന്ന് കാണിച്ചേക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അത്യാവശ്യം നല്ല ദൂരമുണ്ട്. അത് കാരണം നമുക്ക് ഒറ്റ ഫ്രെയിമേൽ ഇത് കാണിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് 2ആയിട്ടേ കാണിക്കാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറയും ചുമന്ന് നടക്കണം, അല്ലാതെ ഒറ്റ ഫ്രെയിമിൽ കാണിക്കാൻ ഒക്കുകയില്ല. എന്തായാലും ആരാണ് കൂടുതൽ മൂവ് ചെയ്യാന്ന് വെച്ചാൽ അതനുസരിച്ച് ഞാൻ കാണിക്കാം. ഇത് ഇങ്ങപ്പുറയുള്ള സ്ത്രീകളുടെ ഒരു വിഭാഗമാണ്, പടം പിടിക്കുന്നവരുടെ ഒരു വിഭാഗമാണ്. എല്ലാവരും പടം പിടിച്ച് ആകാംക്ഷയോടെ ആര് ജയിക്കും എന്ന ഒരു മനോഭാവത്തോടെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമുക്ക് നോക്കാം. കളി തുടങ്ങിയൊന്നും അറിയില്ല. തുടങ്ങിയില്ല. ഇപ്പൊ തുടങ്ങാറായി. ஒரே டீம் எடுத்துட்டீங்க. 2 பேருமே ஒரு டைம் எடுத்தீங்கன்னா ஃபைனல் சான்ஸ்
തുടങ്ങി കളി തുടങ്ങി. വടംവലി മത്സരം തുടങ്ങിക്കഴിഞ്ഞു. കരുത്തരായ സ്ത്രീകൾ അവരുടെ മുഴുവൻ ആരോഗ്യം എടുത്ത് വടംവലിക്കുകയാണ്. ഈ ഭാഗമാണ് വലിക്കുന്നത്. ഇവർ ജയിച്ചു. പടിഞ്ഞാറേ ഭാഗമാണ് വലിച്ച് ജയിച്ചത്. കിഴക്കേ ഭാഗത്തെ സ്ത്രീകൾ പരാജയപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ ഈ ഒരു റൗണ്ട് കഴിഞ്ഞു.